ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഇളനീർ മിൽക്ക് ഷേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ചൂട് കാലത്തും അതുപോലെ നോമ്പ് കാലത്തും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഇളനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഇളനീറാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ വെള്ളവും പൾപ്പും നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ ഇളനീറിൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഷുഗറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. എനിക്കിപ്പോൾ ഒരു 1.5 കപ്പ് മാത്രമേ ഇളനീറിൻ്റെ വെള്ളം കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് മിൽക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ച് കിട്ടിയതിന് ശേഷം മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഷുഗർ ഇല്ലാതെയും നമുക്കിത് കുടിക്കാൻ പറ്റും. പക്ഷേ കുട്ടികൾക്കൊന്നും മധുരമില്ലാത്തവർ കുടിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒരു 2 ഏലക്കായയും അതുപോലെ 1 കപ്പ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പിച്ച മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഫ്രോസൺ മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒന്നുകൂടി അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നോമ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണ് ഇളനീർ മിൽക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇളനീർ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്നൊക്കെ ഇപ്പോൾ ഇളനീർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് വലിയ ഇളനീർ തന്നെയായിരിക്കും. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പറിച്ചതായതുകൊണ്ട് ചെറിയ ഇളനീറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്